ബംഗാളില് മദ്രസകളിൽ വന്ദേ മാതരം പാടണം. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനു മുമ്പ് നമുക്ക് ബംഗാളിലെ വന്ദേമാതരത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഞാൻ ഈ കഴിഞ്ഞ തവണ മറ്റൊരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ എന്നോട് വളരെ നിഷ്കളങ്കമായി താങ്കളുടെയൊക്കെ തന്നെ ചില സുഹൃത്തുക്കളായിട്ടുള്ള ജേർണലിസ്റ്റുകൾ എന്നോട് ചോദിച്ചിരുന്നു, ഒരു വന്ദേ മാതരത്തിൻ്റെ ബാക്കിയുള്ള രണ്ട് സ്റ്റാൻസുകളൊന്ന് പാടിയെന്ന് വെച്ചാൽ എന്താ കുഴപ്പമുള്ളത്? കാരണം ലക്ഷ്മിയും സരസ്വതിയും ദുർഗയും ഒക്കെയായി രാജ്യത്തെ കാണുകയും അതിനെ വണങ്ങുകയും ചെയ്യുന്ന ഒരു സ്റ്റാൻസയല്ലേ അത്? നമ്മുടെ ഈ വി ഡി സതീശൻ അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങിലും മുഴുവനായിട്ടും ആലപിക്കപ്പെട്ടു. ആ ആലപിക്കപ്പെട്ടതിന് എന്താണ് കുഴപ്പം എന്നുള്ളത് ചോദിച്ചിരുന്നു. എന്ന് പറഞ്ഞൊരു പാട്ടല്ലേ, പാടിയങ്ങ് പോയിക്കോട്ടെ. ഭാരതാംബ വന്നപ്പോൾ നമ്മൾ ഇതുപോലെ ചോദിച്ചു, ഒരു പടമല്ലേ, പാടി വെച്ചിട്ടൊക്കെ പൊക്കോട്ടെ, കുഴപ്പമില്ലെന്ന് വിചാരിച്ചപ്പോൾ എന്തിനു എതിർക്കുന്നതെന്ന് ചോദിച്ചു. എതിർത്താലും ഇവരവിടെ കൊണ്ട് അവസാനിപ്പിക്കില്ല എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ എതിർക്കാതിരുന്നാലും ഇവരവിടെ കൊണ്ട് അവസാനിപ്പിക്കില്ല എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഇപ്പോൾ നമുക്കറിയേണ്ടത് വെസ്റ്റ് ബംഗാളിൽ കാണുന്നത്. വെസ്റ്റ് ബംഗാളിൽ പോകുന്നതിനുള്ള ഉത്തരവ് മദ്രസ സ്റ്റേറ്റ് ബോർഡിൻ്റെ ഉത്തരവാണ്. ആളുകൾ തെറ്റിദ്ധരിക്കരുത്. മദ്രസകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള സംവിധാനമല്ല. അവിടെയുള്ള വലിയ മദ്രസകളിൽ പഠിക്കുന്ന അത് സ്കൂളുകളാണ്. മദ്രസ എന്ന സ്കൂളുകളാണ്. ആ സ്കൂളുകൾ ഗവൺമെന്റിന് മതവിദ്യാഭ്യാസം മാത്രമല്ല, അവിടെ പൊതുവിദ്യാഭ്യാസവും യഥാർത്ഥത്തിൽ ആ മദ്രസകളുടെ കീഴിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 16-17% യഥാർത്ഥത്തിൽ അവിടെ പഠിക്കുന്ന കുട്ടികളിൽ കുറെ ആളുകൾ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ഇപ്പൊ സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ വന്നേക്കുന്നത് പോലും അവിടെ നിന്നുള്ള കുട്ടികളാണ്. അപ്പം നമ്മൾ കേരളത്തിലുള്ളൊരു മദ്രസ വിദ്യാഭ്യാസം മാത്രമായിട്ട് അതിനെ കാണാൻ പറ്റില്ല. ഒന്ന് ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉത്തർപ്രദേശിലും മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെ മദ്രസ വിദ്യാഭ്യാസം പലപ്പോഴും സാധാരണ ഗവൺമെൻറ് സ്കൂളുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സ്കൂളുകളുണ്ട്. അപ്പോൾ അതിനെയാണ് മറ്റുള്ള ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അന്യമതസ്ഥരായിട്ടുള്ള 16%-ലധികം ആളുകൾ, 18% ആളുകൾ അവിടെ പഠിക്കുന്നതൊക്കെ തന്നെ. അതവിടെ നിൽക്കട്ടെ. ഇപ്പം പറഞ്ഞേക്കുള്ള ഉത്തരവ് എന്താണെന്നറിയാമോ? വന്ദേ മാതരത്തിൻ്റെ നേരത്തെ, അതായത് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം നമ്മൾ ചർച്ച ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ള 2 സ്റ്റാൻസകൾ അടക്കമുള്ള മുഴുവൻ സ്റ്റാൻസയും അവിടെ ചൊല്ലണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സുവേന്ദു അധികാരി ഉത്തരവിട്ടേക്കുന്നത്. അപ്പോൾ ചൊല്ലണമെന്ന് പറയുമ്പോൾ ബേസിക്കലി മദ്രസ വിദ്യാഭ്യാസം താങ്കൾ പറഞ്ഞ പോലെ മഹാഭൂരിപക്ഷം കുട്ടികൾ അതിനകത്തേക്ക് വരുന്നത് എന്തിനാണ് വരുന്നത്? ഒരു മുസ്ലിം അവരുടെ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. മുസ്ലിം മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ളത് പഠിക്കാനാണ് അവർ വരുന്നത്. അങ്ങനെ വരുന്ന ആളുകളോട് പറയുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ദേ മാതരം ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന കാര്യത്തിലേക്ക് പോയാൽ മതി, മറ്റു പഠനങ്ങളിലേക്ക് പോയാൽ മതി. അപ്പം വന്ദേ മാതരം ചൊല്ലുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ മതപരമായ വിശ്വാസത്തിനെതിരാണ്. ഇപ്പം ലക്ഷ്മിയും ദുർഗയും അതുപോലെ തന്നെ സരസ്വതിയും ഒക്കെ ആയിട്ട് ഇന്ത്യയെ കാണുക, അതായത് ഒരു ഹിന്ദു ഗോഡസുകളുമായി ദേവതകളുമായിട്ട് ഇന്ത്യയെ ഉപമിക്കുകയും എന്നിട്ട് അതിനെ വണങ്ങുകയും ചെയ്യണമെന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് നാളെ ഈ ഇത്തരത്തിൽ ഈ മുസ്ലിം മതവിശ്വാസത്തെ ഏതെങ്കിലും തകർക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യണമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. പകരം ഒറ്റ കാര്യം ഇതിനകത്തുള്ളൂ. 26-27% വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു 30-32% വരെ ഇപ്പം ഉണ്ട് എന്ന് കരുതപ്പെടുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒറ്റടിക്ക് അപ്പുറത്തേക്കാക്കുകയും അവരോട് കുറച്ചുകൂടി ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകൾ എടുക്കുകയും ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. തൊട്ടിപ്പുറത്തുള്ള 67-70% വരുന്ന ഹിന്ദു കൺസോളിഡേഷൻ കുറെ കൂടി സ്ട്രോങ് ആയി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ താങ്കൾക്ക് അടുത്ത തവണയും ഭരണം നിലനിർത്താൻ പറ്റുള്ളൂ എന്നുള്ള തന്ത്രം മാത്രമാണിത്. ഞാൻ പറയുന്നത് കുറെ ആളുകളെങ്കിലും നമ്മുടെ നാട്ടിൽ വളരെ നിഷ്കളങ്കമായി വിചാരിച്ചു പോകുന്നുണ്ട്. അതായത് ഒരു ഗാനമല്ലേ, അത് പാടിയെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? അതിന് ദേശീയ ഗീതമാണത്. ദേശീയ ഗീതം എന്ന് പറയുമ്പോൾ ഇത് എഴുതിയതിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ പൊതു ചടങ്ങുകളിലും ബാക്കിയുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലും എല്ലാം ഇത് ആലപിക്കണം എന്നുള്ള ഉത്തരവ് വരുന്നത്. ആ ഉത്തരവ് സുവേന്ദു അവിടെ പറഞ്ഞു എന്നുള്ളതല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും കേന്ദ്രത്തിന്റെ നിലപാടിലെ മാറ്റമല്ലേ? ഒന്ന്, കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു ഉത്തരവ് വളരെ മാൻഡേറ്ററി ആയി ഇതെല്ലാവരും തന്നെ ചൊല്ലണം എന്ന് പറയുന്ന ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ദേശീയ ഗാനമല്ല. ഇപ്പൊ ജനഗണമന ചൊല്ലണം എന്നുള്ളത് നമുക്കറിയാം, കാരണം അതൊരു ദേശീയ ഗാനമാണ്. മറ്റത് നിങ്ങൾ അറിയേണ്ടത് ഒരു ദേശഭക്തി ഗാനമായി അംഗീകരിക്കപ്പെട്ടതാണ്. ആ ദേശഭക്തി ഗാനത്തിൽ തന്നെ ഈ വന്ദേ മാതരത്തിലെ മറ്റു വരികൾ എല്ലാവരും തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് പാടുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ഈ ആകെയുള്ള ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ പ്രചോദനത്ത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ എന്ന് മാത്രമല്ല, ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യൻ്റെയോ പാഴ്സിയുടെയോ സിഖിൻ്റെയോ മുസ്ലിമിൻ്റെയോ ഏതെങ്കിലും മതത്തിൻ്റെ
ഒരു ദേവതകളുമായി ഇന്ത്യയെ ഒരുപോലെ കാണുകയും അതിനെ വണങ്ങുകയും ചെയ്യുന്ന ഒരു സ്റ്റാൻസ, അത് ഇന്ത്യയെ പോലൊരു മതേതര രാജ്യത്തിന്, വലിയ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യത്തിന് ചേരുന്നതല്ല എന്ന് കരുതി നമ്മൾ ഒഴിവാക്കി നിർത്തിയിരുന്ന ആ 2 സ്റ്റാൻസകൾ കൂടി ഈ കഴിഞ്ഞ ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഇപ്പൊ ഇത്രയും കൊല്ലം 1947 കഴിഞ്ഞ് ഇപ്പൊ 2026 വരുമ്പോൾ ഇത്രയും കൊല്ലമായിട്ട് പോലും 79-80 കൊല്ലമായിട്ട് പോലും ആരും നിർബന്ധിക്കാതിരുന്ന കാര്യം ഇവരെന്തിനു നിർബന്ധിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ പ്ലീസ് ദൈവത്തെ ഓർത്ത് എതിർക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് എതിരാകണം, എന്നാലേ ഞങ്ങൾക്ക് ഇപ്പുറത്തുള്ള ആളുകളെ എന്ത് ചെയ്യാൻ പറ്റൂ, സംഘടിപ്പിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഈ കേരളത്തിൽ ഇതിനു മുമ്പ് ഇനി ഇപ്പൊ തന്നെ താങ്കൾ ഈ പറഞ്ഞ വാചകം എന്താ, ആസാമിലും ബംഗാളിലും നടപ്പിലാക്കാതിരുന്നത്? ആസാമിലും ബംഗാളിലും വന്ദേ മാതരം പാടിയില്ലല്ലോ, ഈ സ്റ്റാൻസുകളും പാടിയില്ലല്ലോ. അപ്പൊ അന്നേരം അവർക്ക് പ്രശ്നമില്ല. പകരം എവിടെയാണ് അവർ പാടിപ്പിച്ചതെന്ന് അറിയാമോ? ആകെ ഈ പറയുന്ന നമ്മുടെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചാർജ് കൊടുത്തിട്ടുള്ള തമിഴ്നാട്ടിൽ പാടിപ്പിച്ചു, അതുപോലെ തന്നെ കേരളത്തിലും പാടിപ്പിച്ചു. എന്തിനാണ് നിങ്ങൾ ഇവിടെ മാത്രം പാടിപ്പിക്കുന്നത്? ഇതിന്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, സൈസബിൾ ആയിട്ടുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങളിത് പാടിപ്പിക്കുമ്പോൾ എതിർപ്പ് വരുമെന്നും, എതിർപ്പ് വരാതിരുന്ന അവർ വലിയ നിരാശരാകും, എതിർപ്പ് വരുമെന്നും, അങ്ങനെ എതിർപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പുറത്തുള്ള പോളറൈസേഷൻ കുറച്ചുകൂടി സാധ്യമാകുമെന്നും എന്ത് ചെയ്തു പറയുന്നു. കൂട്ടത്തിൽ നമ്മുടെ ഇവിടെയുള്ള പ്രോ സംഘപരിവാർ മീഡിയകളുടെ ഭാഗമായിട്ടുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ ഇരുന്ന് സരസ്വതിയും ലക്ഷ്മിയും ദുർഗയൊക്കെ പാടുന്നതിന് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. നേരെ തിരിച്ചാരും ചോദിക്കുന്നില്ല, ഇത് പാടിയില്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട്, ഇത്രയും കാലം പാടാതിരുന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ? ഇനി പ്രജിതയോ ഞാനോ രതീഷ് ചക്രവാണി ഇത് വഴിയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ എവിടെയെങ്കിലും നിന്ന് പാടുന്നതിന് ആരെങ്കിലും എതിര് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇത് ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക പരിപാടിയിലേക്ക് ഇത് ചേർക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അത് അത്ര ശുഭകരമായ നല്ലൊരു കാര്യമല്ല. കാരണം എന്താ, നമ്മുടെ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനവിഭാഗങ്ങൾ വളരെ ഹാർമണിയോടുകൂടി ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരാളുകളുടെ മതവിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദേവതകളുടെ പേരോ ഒന്നും അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ടാണ്. അതിപ്പോ എന്ത് ചെയ്തിരിക്കുന്നു, മദ്രസകളിൽ പാടണം എന്ന് പറഞ്ഞൊരു ഉത്തരവിറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അസമിൽ എങ്ങനെയാണോ ഹിമന്ത ബിശ്വ ശർമ്മ ഇതുപോലെ വർഗീയ വിദ്വേഷം തുപ്പിക്കൊണ്ടിരുന്നത് അതേ ലെവലിലേക്ക് ബംഗാളിനെയും എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നാണ്. വേറെ ഡെക്കറേഷൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ഗീതങ്ങൾ പാടുമ്പോൾ മുഴുവനും അത് ഹിന്ദു വർഗീയത എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? എന്താ ഇത്രയും കാലം ഇത് പാടുന്നതിന് നമുക്കൊരു ആദ്യം പാടിക്കൊണ്ടിരുന്നതാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ സമയത്ത് ഇത് വേണ്ട എന്ന് പറയുന്നത് മുസ്ലിം മതവിഭാഗമാണ്. അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുമായി ചേർന്ന് പോകാൻ പറ്റില്ല. അപ്പൊ അവരുടെ വിശ്വാസം സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് അത് പിന്നീട് വെട്ടി മാറ്റുന്നത് പോലും. ഇത് യഥാർത്ഥത്തില് ഈ നമ്മുടെ സ്വാതന്ത്ര്യ ഒരു ഇപ്പൊ ദേശീയ ഗീതമാണ് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ദേശീയ ഗീതമാണ്. ഒരു നമ്മളൊരു രാജ്യത്ത് ഗീതമല്ല, ദേശഭക്തി ഗാനമാണ്, ദേശീയ ഗീതമാണ്. ആയിക്കോട്ടെ, എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം, കാരണം നിങ്ങൾ ഭരണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ ദേശീയ ഗീതം. അല്ല, ഞാനല്ലല്ലോ ഭരിക്കുന്നത്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയിട്ടുള്ള വന്ദേ മാതരം. ഈ വന്ദേ മാതരമാണ് പാടുന്നത്. ഈ ഒരു രാജ്യത്ത് നമ്മൾ താമസിക്കുകയാണ്, ആ രാജ്യത്തിന്റെ ദേശീയ ഗീതമായി കരുതുന്ന ഒരു ഗീതത്തിന്റെ പകുതി ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു ചിലർക്ക് വേണ്ടിയിട്ട്. പിന്നീട് വരുന്ന സർക്കാർ, അതിപ്പോ BJP സർക്കാർ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ, അത് കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിൽ അത് പാടുമ്പോൾ, ഒരു സ്വന്തം രാജ്യത്തെക്കുറിച്ച് പാടുമ്പോൾ അതൊരു വർഗീയതയും അതല്ലാത്തത് മതേതരത്വവും ആകുന്നത് എങ്ങനെയാണ്? പറഞ്ഞുതരാം, കൃത്യമായിട്ട് ഇതിന് ഉത്തരവുണ്ട്. ഇപ്പൊ തന്നെ താങ്കൾ പറഞ്ഞതിൽ പോലും ഒരു ദുസ്സൂചനയുണ്ട്. ആ ദുസ്സൂചന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ആരുടെയൊക്കെയോ താല്പര്യം മൂലം അങ്ങോട്ട് വെട്ടിമാറ്റി എന്നുള്ളതാണ്. നേരത്തെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് യഥാർത്ഥത്തിൽ ഇതിനെ എതിർത്തിട്ടുള്ളത് മുസ്ലിം ലീഗും മുഹമ്മദ് അലി ജിന്നയും ഒക്കെയാണ്. അത് യാഥാർത്ഥ്യമാണ്. അവരൊരു കൺസേൺ പറഞ്ഞതിന് ശേഷം, അവർ പാകിസ്ഥാനുമായി പോയതിനു ശേഷം പോലും ഇന്ത്യയിൽ ഇത് പാടണ്ട എന്ന് തീരുമാനിച്ചത് ഇവരുടെ ആരുടെയെങ്കിലും എതിർപ്പ് കൊണ്ടല്ല, പകരം നെഹ്റുവിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഉദാത്തമായിട്ടുള്ള ലിബറൽ സമീപനങ്ങളുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു ഒറ്റ പോയിന്റേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നാളെ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യൻ്റെയോ പാഴ്സിയുടെയോ സിഖിൻ്റെയോ ഹിന്ദുവിൻ്റെയോ ആരുടെയും ഈ പറയുന്ന പോലെ ദൈവങ്ങളുമായി ബന്ധപ്പെടുന്ന വരികൾ ഇതിനകത്ത് വേണ്ട എന്നുള്ളതല്ലേ അങ്ങേയറ്റം സെക്കുലറായ വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് എന്ത് ചെയ്യുന്നത്, എടുക്കേണ്ട ഒരു നിലപാട്. അത്രയുള്ള എൻ്റെ ചോദ്യം ഒന്ന്. ഇനി രണ്ടാമത്തൊരു കാര്യം, ഈ കഴിഞ്ഞ 10, 75, 80 കൊല്ലമായിട്ടും ഇത് പാടാതിരുന്നത് കൊണ്ട് ഇന്ത്യക്ക് എന്ത് കുഴപ്പം പറ്റി? ഇപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളിത് നിർബന്ധപൂർവ്വം പാടണമെന്നും അതും ഗവൺമെന്റ് പരിപാടികളിൽ പാടണം? ഇത് ആരും പാടണമെന്ന് പറഞ്ഞിട്ടില്ല.
നിങ്ങൾ വീട്ടിൽ നിന്ന് പാടാം, ശാഖയിൽ പോയി പാടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഔദ്യോഗിക പരിപാടികൾക്ക് പാടാം, അനൗദ്യോഗികമായി നിങ്ങളുടെ അടുത്ത് ഏത് പരിപാടിക്കും പാടാം. ഇത് ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഇതെടുത്തു വെക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ ആവശ്യകത അതൊന്ന് പറഞ്ഞു തന്നെ എനിക്ക്. ഇത്രയും കാലമായിട്ട് ഇതില്ലാതിരുന്നു, ഫൈൻ, ഒരു കുഴപ്പമുണ്ടായില്ല. ശരി, അത് ഇല്ലാതിരുന്നത് പോലെ തന്നെയല്ലേ ഒരു പ്രശ്നം ഇല്ലാതിരുന്ന പോലെയല്ലേ ഇത് പാടുമ്പോഴും ഇത്ര പ്രശ്നം പാടുമ്പോ പ്രശ്നം എന്താ? പ്രശ്നം ഇത്രേ ഉള്ളൂ പ്രശ്നം. അതായത് ഞാനടക്കം ഈ പറയുന്ന പോലെ നിരവധി ആളുകളടക്കം ഈ പറയുന്ന പോലെ 70% ഹിന്ദുക്കളുള്ള ഒരു നാട്ടിൽ BJPക്ക് ഇപ്പോഴും കിട്ടുന്നത് 36.6% വോട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ ആളുകളും BJPക്ക് ഇപ്പോഴും വോട്ട് ചെയ്യുന്നില്ല എന്ന് ചുരുക്കം. ഏറ്റവും കുറഞ്ഞത് 34% ആളുകൾ ഇപ്പോഴും BJPക്ക് ഹിന്ദുക്കളടക്കം വോട്ട് ചെയ്യുന്നില്ല. ആ ഹിന്ദുക്കളിലടക്കമുള്ള ആളുകളുടെ ഞങ്ങളുടെ നിലപാടാണിത്. ആ നിലപാടാണ് കൃത്യമായിട്ട് പറയുന്നത് ഈ ഹിന്ദു എന്നല്ല, നാളെ ഇത് പാടിയാൽ എന്തോ കുഴപ്പം, ഇതിൽ അപരമത വിദ്വേഷം ഇല്ലല്ലോ, ഇതിലൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഇത് വിശാലമായി ചിന്തിച്ചാൽ മതി. ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു തരത്തിലും ദേവതകളെ കുറിച്ചോ അതുമായി രാജ്യത്ത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വരികൾ വേണ്ടതില്ല എന്ന് പറഞ്ഞ് വളരെ വിശാലമായ അർത്ഥത്തിൽ കണ്ട് നെഹ്റുവും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ എടുത്ത തീരുമാനം എന്തിനാണ് ഇപ്പൊ നിങ്ങൾ മാറ്റുന്നതും അത് പാടിയേ തീരുമെന്ന് നിർബന്ധം പിടിക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ ഉയർന്നു വരണമെന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും കാലം പാടാതിരുന്നിട്ട് എന്ത് കുഴപ്പമുണ്ടായി? ഇത് ഒരു കാര്യം കൂടി, ഒരു മുഖ്യമന്ത്രി ചുമതലയേൽക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ പാടണമെന്നും മദ്രസകൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിത് പാടണമെന്നും നിർബന്ധം പിടിക്കേണ്ട എന്ത് സാഹചര്യം ഉള്ളത് ഒന്ന് പറഞ്ഞത്? നിർബന്ധം പിടിക്കേണ്ടത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് യഹോവ വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ദൈവത്തിന്റെ രാജ്യത്തിൽ മാത്രമേ അവർക്ക് വിശ്വാസമുള്ളൂ എന്നുള്ളതാണ്. ആ യഹോവ വിറ്റ്നസുകൾ യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിൽ നിന്നുള്ള 4-5 കുട്ടികൾ ഡൽഹിയിൽ സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്തു. എന്താണെന്നറിയാമോ? ജനഗണമന പാടണോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചാണ്. ദേശഭക്തി ഗാനമല്ല, ദേശീയ ഗാനം പാടണോ എന്നുള്ളതിനെ കുറിച്ചാണ്. പാടണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ? അവര് അതിർത്തികളില്ലാത്ത വലിയ ഒരു ദൈവരാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്ന, അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള വിശ്വസിക്കുന്ന 1, 2, 3 പേരുണ്ടെങ്കിൽ കൂടി അവരെ കൂടി ഉൾക്കൊള്ളുകയും ഓരോരുത്തർക്കും ഇത് എന്ത് ചെയ്യാലോ, പാടാൻ, പ്രാർത്ഥിക്കാം, അതിലൊന്നും വിശ്വാസമില്ല. ഗവൺമെന്റിന്റെ ഔദ്യോഗിക പരിപാടികളിൽ അത്തരത്തിൽ എന്തിനാണ് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നതെന്ന് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവില്ല. പകരം എന്ത് ചെയ്യുന്നു? ഇതിൽ അപരമത വിദ്വേഷമില്ല, വളരെ ലളിതമായിട്ട് ഇതിപ്പൊന്ന് പാടിയ പോലെ എന്താ കുഴപ്പമുള്ളത് എന്നൊക്കെ ചോദിക്കുന്നു. എന്തിനാണ് അതിന്റെ ആവശ്യം? ഇത്രയും കാലം നിലവിൽ ഇല്ലാതിരുന്നൊരു കാര്യങ്ങൾ ഇതിനകത്തേക്ക് കുത്തിച്ചെലുത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മാത്രമല്ല, ഭാരതാംബ ഇതുപോലെ കൊണ്ടെന്ന് വെച്ചാണ്. ഭഗവത് ധ്വജമേന്തിയ ഭാരതം ഒരു പടമല്ലേ, ഒന്ന് ജസ്റ്റ് അവിടെ ഇരിക്കട്ടെ എന്ന് ആദ്യം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറയണത്, ശിവൻകുട്ടിയോട് പറയണത് ഇങ്ങ് വന്നേ, ഒന്ന് പൂജിച്ചിട്ട് പോകാനാണ് പറഞ്ഞത്, പുഷ്പങ്ങൾ ഇട്ടിട്ട് പോകുന്നതാണ് പറഞ്ഞത്. നിങ്ങൾ ഈ അറിയാത്തൊരു കാര്യമുണ്ട്, അപ്പം ഞാൻ വിശദമാക്കാൻ ഇതിനകത്ത് സമയമില്ല. കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. RSSന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം അതാണ്. അതായത് പതുക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദു കൾച്ചറാണ് എന്നുള്ള ലെവലിലേക്കും ഹിന്ദുത്വ ഐഡിയോളജിയിലേക്കും പതുക്കെ ആളുകളെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അല്ലാതെ വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ഒരു ഫോട്ടോ അല്ല അവിടെ ഇരിക്കട്ടെ, ഒരു ഭാരതാംബയല്ല ഇന്ന് വണങ്ങി എന്ന് വെച്ചാൽ എന്താ കുഴപ്പമുള്ളത്? അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യില്ലല്ലോ എന്ന് വിചാരിക്കാം. പാട്ടല്ലേ, ഒന്ന് പാടിക്കോട്ടെ എന്നിരിക്കാം. ഇനി പാടിക്കോട്ടെ നമ്മൾ വിചാരിച്ചാൽ അവിടെ കൊണ്ട് നിൽക്കുമോ? ഇല്ല. അടുത്ത പരിപാടിയായിട്ട് വരും. ആ പരിപാടിയായിട്ട് ഇപ്പോൾ മദ്രസകളിൽ എന്ത് ചെയ്യണം? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എതിർത്തപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ സുബേന്ദുവിനൊക്കെ വലിയ സന്തോഷം വേണ്ട. അപ്പോൾ ഭാഗ്യം എതിർത്ത് കിട്ടി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ഇത് വാർത്തയാവില്ല, നമ്മൾ പോലും ചർച്ച ചെയ്യില്ല. ഇപ്പം ഇത് ചർച്ച ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഇവിടെയുള്ള വിഭജനം കൂടും. നമ്മളടക്കം പക്ഷെ നമുക്ക് പറയാതിരിക്കാനും പറ്റൂല, എതിർക്കാതിരിക്കാനും പറ്റില്ല, എതിർക്കാനും പറ്റൂല. അതാണ് ഇതിൻ്റെ ഇരട്ട വാള്, അതാണ് ഇതിൻ്റെ തന്ത്രം. ആ തന്ത്രത്തിന് എന്ത് ചെയ്യും? പക്ഷെ ഞാനീ പറയുന്നത് മനസ്സിലാക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ എന്തിനാണ് ഒരു ഔദ്യോഗിക ഒരു ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരിക? നാളെ പിണറായി വിജയൻ പറയാണ് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സ്കൂളുകളിലും രാവിലെ തന്നെ രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടിയിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? അപ്പൊ വേണമെങ്കിൽ പറയാ ഒരു പാട്ടല്ലേ, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തോട്ടെ. കാൾ മാർക്സിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് രാവിലെ എല്ലാവരും വണങ്ങിയിട്ട് എന്ത് ചെയ്തോളൂ. അപ്പൊ ഒരു ഫോട്ടോ അല്ലേ, ജസ്റ്റ് ഒരു ഫോട്ടോ എന്ന് പറയാം. അപ്പൊ അതൊക്കെ ഒരു സാംസ്കാരികമായ അധിനിവേശമാണ്. ഇത് പണ്ട് പല രാജ്യങ്ങളിലും ഇതേപോലെ തന്നെയാണ്. ഈ പറയുന്ന ഹിറ്റ്ലർ അടക്കം പല ആളുകളും ഇതുപോലെയുള്ള പരിപാടികളൊക്കെ തന്നെ ചെയ്തുകൊണ്ടാണ് സ്വസ്തി അടക്കം ഈ പറയുന്ന സാംസ്കാരിക അധിനിവേശം നടത്തിയിട്ടുള്ളത്. അതിനെ ലളിതവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെ മിക്ക സോഷ്യൽ യൂട്യൂബേഴ്സും അതുപോലെയുള്ള ആളുകളും ഒക്കെ തന്നെ. പകരം എതിർക്കുന്ന ആളുകളുടെ ശക്തി വളരെ കുറവാണ്. പക്ഷെ കുറച്ചാണെങ്കിലും നമുക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്.